നമോ ബ്രഹ്മണ്യദേവായ ഗോബ്രാഹ്മണഹിതായ ച ജഗദ്ഹിതായ കൃഷ്ണായ ഗോവിന്ദായ നമോ നമ. നാരായണ നാരായണ നാരായണ. ഓം. ശ്രീമദ്ഭാഗവത മഹാപുരാണം ദ്വാദശസ്കന്ധം അഥ ദ്വാദശോധ്യായ. ശ്രീ ഗുരുവായൂരപ്പ. ഓം. ഒന്നാം ശ്ലോകം. സൂത ഉവാച. ഓം നമോ ധർമായ മഹതേ നമഃ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. സംഗ്രഹാധ്യായമാണ്. ഇതിൽ 40ഓളം ശ്ലോകങ്ങളെ കൊണ്ട് ശ്രീഹരേ നാരായണ. ഈ 12ാമത്തെ അധ്യായം സംഗ്രഹാധ്യായം. 40ഓളം ശ്ലോകങ്ങളിൽ ഭാഗവതത്തെ ഏറെക്കുറെ ഒന്നാട് സൂചിപ്പിച്ചു. അതിനുശേഷം വന്ദനാദി കാര്യങ്ങളെ കൂടി പറഞ്ഞു. പിന്നെ കുറച്ചൊരു ഫലവും പറഞ്ഞു. ഒടുക്കം ഗുരുവിനെയും നമസ്കരിക്കുന്നതായിട്ടുള്ള രീതിയിൽ ഇത് വിന്യാസം ചെയ്തു. ആദ്യത്തെ ശ്ലോകത്തിൽ തന്നെ പറയുന്നു, നമോ ധർമായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. മഹതേ ധർമായ നമ എന്ന് ആദ്യം പറഞ്ഞു. മഹത്തായ ധർമ്മം എന്ന അർത്ഥത്തിലാണ് അങ്ങനെ കൊടുത്തത്. അതല്ലെങ്കിൽ ധർമായ നമ എന്നായാൽ തന്നെ സ്വതേ ധർമ്മം മഹത്താണ്. മഹതേ എന്നുള്ളത് ശ്രീകൃഷ്ണൻ്റെ വിശേഷത്തിലേക്കും കൊടുക്കാം. മഹാനായിട്ടുള്ള, അതേപോലെ വേധസേ കൃഷ്ണായ നമ, ഇതെല്ലാം വിധാനം ചെയ്തതായിട്ടുള്ള, അതുകൊണ്ടാണ് ലോകകർത്താവായത്. ഇത് മുഴുവൻ വിധിച്ചത് ഭഗവാനാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഭഗവാൻ മഹത്താണ്, വിധാനം ചെയ്തതാണ്. പിന്നെ ബ്രാഹ്മണേഭ്യ നമസ്കൃത്യ, അതും ഒരു പ്രത്യേക രീതിയിലാണ്. ബ്രാഹ്മണേഭ്യോ, എല്ലാ ബ്രാഹ്മണന്മാർക്കും. ബ്രാഹ്മണൻ എന്നുള്ളതിൻ്റെ ഒരു അർത്ഥം അതിൻ്റെ നമ്മളൊക്കെ സാധാരണ രീതിയിൽ കണക്കാക്കുന്നത്. രണ്ടാമത്തെ അർത്ഥം ഭക്തന്മാർ എന്ന് കണക്കാക്കിയാൽ മതി. ഇപ്പോൾ പണ്ഡിതന്മാർ, ഭക്തന്മാർ, ബ്രാഹ്മണർ. അപ്പോൾ അതിൽ എല്ലാ ബ്രാഹ്മണരും ബ്രാഹ്മണ്യം കാത്തു സൂക്ഷിക്കാറില്ല. എല്ലാ ഭക്തന്മാർക്കും ജ്ഞാനം ഇല്ല. എല്ലാ പണ്ഡിതന്മാരും ഭക്തന്മാരായിക്കൊള്ളണമെന്നില്ല. ഈ 3 ഭാവം നമ്മൾ നല്ലോണം അറിയണം. പാണ്ഡിത്യം ഉണ്ടായിച്ചിട്ട് ഭക്തി ഉണ്ടാവില്ല. ഭക്തന് പാണ്ഡിത്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എല്ലാ ബ്രാഹ്മണന്മാരും ജ്ഞാനികളോ ഭക്തന്മാരോ ആയിക്കൊള്ളണമെന്നില്ല. ഇതൊരു വലിയ പ്രശ്നമാണ് സ്വതേ. അപ്പോൾ ഇവിടുത്തെ ബ്രാഹ്മണേഭ്യ എന്നുണ്ടെങ്കിൽ ബ്രാഹ്മണേഭ്യോ എന്നുള്ളത് ഈ 3ഉം കൂടിയത് എന്നെടുക്കണം. അതേപോലെ തന്നെയാണ് സനാതനാൻ ധർമാൻ വക്ഷ്യേ എന്നാണ് പിന്നീട് പറഞ്ഞത്. ഒരിക്കലും നശിക്കാത്തതായിട്ടുള്ള ധർമ്മങ്ങളെ പറഞ്ഞു തരാം എന്നാണ്. ഇത്രയും നേരം പറഞ്ഞ മുഴുവൻ ഭാഗവത ധർമ്മമായതുകൊണ്ട് നശിക്കാത്തതായിട്ടുള്ള ധർമ്മം ഭാഗവത ധർമ്മമാണ്, അതിനെ പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഭാഗവത ധർമ്മങ്ങളെ പറയുമ്പോൾ ഇവിടെ ഭാഗവതത്തെ അങ്ങോട്ട് പറയുക എന്ന നിലയ്ക്കാണ് ചെയ്തത് എന്ന് മാത്രമേ ഉള്ളൂ. പുരുഷാർത്ഥം എന്നുള്ളത് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾ, ചതുഷ്ടയം എന്ന് പറയും. അതേപോലെ ധർമ്മത്തിൻ്റെ 4 പാദങ്ങൾ, തപസ്, ശുദ്ധി, ദയ, സത്യം. അതേപോലെ ധർമ്മം എന്നുള്ളത് വേദം വിധിച്ചതായിട്ടുള്ള സ്വധർമ്മം. ഓരോരുത്തർക്കും സ്വന്തം ധർമ്മങ്ങളുണ്ട്. വർണ്ണാശ്രമ, അല്ലെങ്കിൽ പ്രായം, ജനിച്ച കുലം, അതല്ലെങ്കിൽ ആഗ്രഹം എന്ന് വെച്ചാൽ ഈ അംബീഷൻ എന്നുള്ള അർത്ഥത്തിൽ. അതിനനുസരിച്ചാണ് ധർമ്മം വരിക. കഴിവ്, പിന്നെ ശാരീരികമായിട്ടുള്ള ക്ഷമത, അങ്ങനെ പലതുമുണ്ട്. മാനസികമായിട്ടും ശാരീരികമായിട്ടുള്ള ക്ഷമത, അതൊക്കെ ഇതിൽ പെട്ടതാണ്. അതേപോലെ തന്നെയാണ് ആപദ്ധർമ്മം, അത് വേറെയാണ്. അപ്പോൾ ധർമ്മങ്ങൾ അനവധി ഇതിൽ പറഞ്ഞിട്ടുണ്ട്. അത് മുഴുവൻ പറയാമെന്നുള്ള അർത്ഥത്തിലാണ്. സാത്വികമായിട്ടുള്ള, ലോകഹിതമായിട്ടുള്ള, ശ്രേയസ് തരുന്നതായിട്ടുള്ള, വേദം വിധിച്ചതായിട്ടുള്ള, ഗുരു പറഞ്ഞതായിട്ടുള്ള
ഗ്രന്ഥങ്ങൾ ഇന്ന പ്രകാരം ആണ് ധർമ്മം എന്ന് വിവക്ഷിച്ചതായിട്ടുള്ള ആ ഭഗവത് ധർമ്മം, ഭാഗവതധർമ്മം, അത് സനാതനമാണ്. ആ ഭാഗവതധർമ്മത്തെ ഞാൻ പറഞ്ഞു തരാം. ആ ഭാഗവതധർമ്മം മുഴുവൻ പറഞ്ഞത് ആരാണ്? ഭഗവാനാണ്. ആരെക്കുറിച്ചാണ് പറഞ്ഞത്? ഭഗവാനെക്കുറിച്ചാണ് പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞത്? ഭഗവാനിലേക്ക് എത്താനുള്ള മാർഗമായിട്ടാണ് പറഞ്ഞത്. അപ്പോൾ അത്രയും പ്രാധാന്യം ധർമ്മത്തിന്. കൃഷ്ണനും ധർമ്മവും ഭാഗവതവും, അതിൽ ബ്രാഹ്മണന്മാരും എന്ന് വെച്ചാൽ ഭക്തന്മാരും എന്ന് സാരം. നമോ ധർമായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. അപ്പം അതിൽ ഒട്ടും നശിക്കാത്തതാണ് എന്നും മഹത്താണ് എന്നും ബാക്കി എല്ലാ കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ അന്വയിക്കാൻ സാധിക്കുമെന്ന് സാരം. ധർമ്മം തന്നെയാണ് ഭഗവാൻ, ഭഗവാൻ തന്നെയാണ് ഭാഗവതം, ഭാഗവതം സ്വീകരിച്ചവർ തന്നെയാണ് ബ്രാഹ്മണർ. അതാണ് അവർക്ക് 4 പേർക്കും ഈ ബാക്കിയുള്ള വിശേഷണങ്ങൾ മുഴുവനെ ചേരും. അപ്പോൾ എങ്ങനെ വേണമെച്ചാലും അന്വയിക്കാം. ഇവിടെ സൂതൻ പറയണത് ഞാൻ ധർമ്മത്തെ പറഞ്ഞു തരാം, ഭഗവത് ധർമ്മത്തെ പറഞ്ഞു തരാം. നമോ ധർമായ മഹതേ നമ കൃഷ്ണായ വേധസേ ബ്രാഹ്മണേഭ്യോ നമസ്കൃത്യ ധർമാൻ വക്ഷ്യേ സനാതനാൻ. ഏതദ്വാ കഥിതം വിപ്ര വിഷ്ണോഃ ചരിതം അത്ഭുതം ഭവദ്ഭിഃ യത് അഹം പൃഷ്ടഃ നരാണാം പുരുഷോചിതം. അല്ലയോ വിപ്ര, ശൗനകാദി മഹർഷിമാരോടാണ് പറയുന്നത്. പരം ചാതി ആത്മാനം പാതി പരം പാതി, അതാണ്. അപ്പോൾ അവനവനെയും മറ്റുള്ളവരെയും രക്ഷിക്കുന്നവർ എന്നുള്ള ഭാവത്തിലാണ് അവിടെ ലോകഹിതാർത്ഥമാണ് ഈ 1000 കൊല്ലം നീണ്ടു നിൽക്കുന്നതായിട്ടുള്ള സത്രം ഉദ്ദേശിച്ചത്. അപ്പോൾ വിപ്ര എന്നുള്ളതിൻ്റെ അർത്ഥം അതാണ്. വിപ്രന്മാരുമാണ് ഇവർ, ബ്രാഹ്മണന്മാരുമാണ്. വിഷ്ണോഹോ ചരിതം അത്ഭുതം, ഭഗവാൻ മഹാവിഷ്ണുവിൻ്റെ ചരിതം അത്യത്ഭുതമാണ്. ഭവദ്ഭിഹി നിങ്ങൾക്കായിക്കൊണ്ട്, യത് അഹം അത് ഞാൻ, പൃഷ്ടഃ നിങ്ങളാ ചോദിക്കപ്പെട്ടത്, നരാണാം പുരുഷോചിതം. അപ്പോൾ പുരുഷത്വം സിദ്ധിച്ചാൽ ഉചിതമായിരിക്കുന്നതും എന്ന് അർത്ഥം പറഞ്ഞു. പുരുഷ ഉചിതം, അല്ലെങ്കിൽ പുരുഷ ഉചിതം, പുരുഷന് വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള എന്ന് സാരം. പുരുഷൻ എന്നുള്ളത് ഇവിടെ ജീവൻ ആണ്. അപ്പോൾ നമ്മളൊക്കെ ജീവൻ ആണ്, നമുക്ക് വേണ്ടിയിട്ട് എന്ന് സാരം. അതാണ് നരാണാം. എല്ലാ ജീവനുകൾക്കും ഇതേപോലെ വിശേഷബുദ്ധിയില്ല. നരാണാം പുരുഷ, മർത്യന്മാരുടെ മനുഷ്യരുടെ ജീവനെന്ന് സാരം. അതാണ് ഉചിതമായിട്ടുള്ളത്. ഏതദ്വാ കഥിതം വിപ്ര വിഷ്ണോശ്ചരിതമത്ഭുതം ഭവദ്ഭിര്യത് അഹം പൃഷ്ടോ നരാണാം പുരുഷോചിതം. ഏതത് വഹ ആണ്. വിപ്രാഹ അല്ലയോ വിപ്രന്മാരെ, ഭവദ്ഭിഹി ഈ സനകാദി മഹർഷിമാരാൽ, പല ശൗനകാദി മഹർഷിമാരാൽ, അഹം യത് പൃഷ്ടഃ സൂതൻ, അഹം എന്നുള്ള സൂതൻ എന്താണോ ചോദിച്ചത്, എന്നുവെച്ചാൽ എന്നോട് എന്താണോ ചോദിച്ചത് അതിനെക്കുറിച്ച്, നരാണാം പുരുഷോചിതം ഈ മനുഷ്യന്മാരായിട്ടുള്ള ജീവനുകൾക്ക് ഈ ഭാഗവത തത്വത്തെ കിട്ടിക്കഴിഞ്ഞാൽ ഉചിതമായിരിക്കുന്ന ആ ധർമ്മത്തെ, അത്ഭുതം ആശ്ചര്യകരമായിട്ടുള്ള വിഷ്ണോഹോ ഏതത് ചരിതം, ഈ ഭഗവാൻ വിഷ്ണുവിൻ്റെ ചരിതത്തെ വഹ കഥിതം നിങ്ങളോട് ഇതാ ഇപ്പോൾ ഇത്രയും നേരം ഭാഗവത ധർമ്മത്തെ പറഞ്ഞു. 7 ദിവസമായി പറയാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചായയും കൂടി കഴിഞ്ഞിറക്കണം. 5 മണി കഴിഞ്ഞു സമയം ഇപ്പോൾ. ഇത് ഇനിയും നിങ്ങളോട് ഒന്നും കൂടിയും ചുരുക്കിയിട്ട് പറയാം എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ അതിനൊന്ന് ഒരു റിവിഷൻ ചെയ്തു തരാം എന്നുള്ള അർത്ഥത്തിലാണ് ഇവിടെ സൂതൻ്റെ 2ാമത്തെ വാക്ക്. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാംപതി. അത്ര ഈ ഭാഗവതത്തിൽ സർവപാപഹരഃ സർവപാപങ്ങളെയും ഹരിക്കുന്നവനും, ഹൃഷീകേശ ഇന്ദ്രിയങ്ങളുടെ നിയന്താവ്. ഹൃഷീകേശ എന്നുള്ളതിന് ഇന്ദ്രിയങ്ങളുടെ അധിഷ്ഠാന ദേവന്മാരെ നിയന്ത്രിക്കുന്നതും ഇതേ ഹൃഷീകേശൻ തന്നെയാണ്. ആ ഭഗവാൻ, ഭഗം എന്നുള്ളത് ഐശ്വര്യം, വീര്യം, ശ്രീ, യശസ്, ജ്ഞാനം, വൈരാഗ്യം. അതേപോലെ ഭഗവാന് മറ്റ് വിശേഷണങ്ങൾ അണിമ, മഹിമ, ലഘിമ, ഗരിമ, പ്രാപ്തി, പ്രാഗാമ്യം, ഈശിത്വം, വശിത്വം എന്ന 8 ഐശ്വര്യങ്ങളും കൂടി. അപ്പോൾ 8 6 14.
അതേപോലെ തന്നെ ഈ സിദ്ധികളൊക്കെ നേടാനും കൊടുക്കാനുമുള്ളതായിട്ടുള്ള പ്രാണായാമാദികളെ യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി ഇത് മുഴുവൻ ഭഗവാങ്കിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. അതുകൊണ്ട് ഭഗവാൻ പരിപൂർണതമനായിട്ടുള്ള നാരായണ സാത്വതാം പതി സാക്ഷാൽ ഹരിഹി. സജ്ജനങ്ങളുടെ, ഭക്തന്മാരുടെ, ബ്രാഹ്മണന്മാരുടെ, പണ്ഡിതന്മാരുടെ, മുമുക്ഷുക്കളുടെ, അതേപോലെ തന്നെയാണ് ശുശ്രൂഷുക്കളുടെ. അപ്പോൾ അങ്ങനെയുള്ള രക്ഷിതാവായിട്ടുള്ള ഭഗവാൻ സങ്കീർത്തിത ഇവിടെ നന്നായിട്ട് തന്നെ കീർത്തിക്കപ്പെട്ടിരിക്കുന്നു. ഈ ഭാഗവതത്തിൽ എല്ലാ ഭക്തന്മാരാലും ഒരേപോലെ തന്നെ ഭഗവാനെ കീർത്തിച്ചു എല്ലാവരും. അത് കേട്ട് കഴിഞ്ഞാൽ തന്നെ സർവപാപഹരൻ എന്നുള്ള നിലയ്ക്കാണ് വരിക. അപ്പോൾ കേട്ടാൽ മതി, അതേപോലെ പറഞ്ഞാൽ മതി, അതേപോലെ പഠിച്ചാൽ മതി, അങ്ങനെയല്ലേ. അത്ര സങ്കീർത്തിത സാക്ഷാൽ സർവപാപഹരോ ഹരി നാരായണോ ഹൃഷീകേശോ ഭഗവാൻ സാത്വതാംപതി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഹൃഷീകേശൻ എന്നുള്ള വാക്ക്. കാരണം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനം. മനഃശുദ്ധിക്ക് വേണ്ടിയിട്ടാണ് ഭാഗവതം. മനഃശുദ്ധി കിട്ടിയാൽ മാത്രമേ മുക്തി കിട്ടുള്ളൂ. അതുകൊണ്ടാണ് അത്ര ബ്രഹ്മ പരംഗുഹ്യം ജഗത പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ജഗത പ്രഭവാപ്യയം ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും അതേപോലെ തന്നെ ലയത്തിനും സ്ഥാനമായിരിക്കുന്ന, ഗുഹ്യം വേദ താൽപ്പര്യ വിഷയവുമായിട്ടുള്ള എന്ന് വെച്ചാൽ ഏറ്റവും ഗൂഢമായിട്ടുള്ള എന്നർത്ഥം. വേദത്തിൽ പറഞ്ഞത് അതിൻ്റെ ഗൂഢമർമ്മ രഹസ്യങ്ങളുണ്ട്. ആ രഹസ്യത്തെ ഇതിൽ സാരമായിക്കൊണ്ട് ചേർത്തു. ജഗത പ്രഭവാപ്യയം, പ്രഭവ അപ്യയം, അതായത് സൃഷ്ടിസ്ഥിതി സംഹാര തിരോധാന അനുഗ്രഹങ്ങളുടെ എന്ന് മുഴുവനായിട്ടും ചേർക്കാം. അത് മുഴുവൻ ഇതിൽ ഗുഹ്യമായിട്ട് പരംബ്രഹ്മതത്വമായിട്ട് വിജ്ഞാന സംയുതം, ജ്ഞാനം വെറും ജ്ഞാനമല്ല, ജ്ഞാനം എന്നുള്ളത് അറിവ്, അത് അനുഭവത്തോടു കൂടിയിട്ട് ചേർക്കപ്പെട്ടത്, ഭക്തന്മാരാൽ അനുഭവിച്ചത് എന്ന് സാരം. പണ്ഡിതന്മാരാൽ പറയപ്പെട്ടത്, ഭക്തന്മാരാൽ അനുഭവിപ്പിക്കപ്പെട്ടത്. ആ വേദസാരമായിട്ടുള്ള ഈ ഭഗവാന്റെ തത്വത്തെ, അതിൻ്റെ ഗൂഢ ലക്ഷ്യ മർമ്മങ്ങളെ മുഴുവൻ അറിഞ്ഞതായിട്ടുള്ള ഈ ഭക്തന്മാർ തത് ഉപാഖ്യാനം അതിനെ പ്രകാശിപ്പിക്കുന്നതായിട്ടുള്ള ചെറു കഥകളായിട്ട് അത്ര പ്രോക്തം ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഉക്തമാണ് പ്രോക്തം, നന്നായിട്ട് തന്നെ പറയപ്പെട്ടിരിക്കുന്നു. പ്രകർഷേണ. ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ എന്തെങ്കിലും ഒരു കഥ പറയുമ്പോൾ ചിലർ പറയുമ്പോൾ അത് കഥ പറയും, മനസ്സിലാവുകയൊക്കെ ചെയ്യും. ചിലർ പറയുമ്പോൾ വികാരം കൊണ്ടുകൊണ്ട് കരച്ചിലാച്ച കരച്ചിൽ, സന്തോഷിക്കലാച്ച സന്തോഷിക്കൽ. ചിലർ പറയുമ്പോൾ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ്, ഇപ്പോൾ ശ്രീ ശുകബ്രഹ്മർഷി എപ്രകാരത്തിലാണോ പരീക്ഷത്തിന് കേൾപ്പിച്ചു കൊടുത്തത് അതേപോലെ വക്താവ് ശ്രോതാവിൻ്റെ ഉള്ളിലിരുന്നു കൊണ്ട് കേൾക്കുക. അങ്ങനെ വക്താവും ശ്രോതാവും ഇരിക്കുക. അങ്ങനെ പ്രകർഷേണ പറയപ്പെട്ടത് പ്രോക്തം അതാണ്. അത്ര ബ്രഹ്മ പരംഗുഹ്യം ജഗത പ്രഭവാപ്യയം ജ്ഞാനം ച തത് ഉപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം. ജഗത പ്രഭവാപ്യയം ഗുഹ്യം പരം ബ്രഹ്മ വിജ്ഞാനയുതം വിജ്ഞാന സംയുതം ജ്ഞാനം തത് ഉപാഖ്യാനം അത്ര പ്രോക്തം. ഇപ്പം ഈ ലോകത്തിൻ്റെ ഉൽപ്പത്തിക്കും ലയത്തിനും സൃഷ്ടി സ്ഥിതി തിരോധാനം അനുഗ്രഹം ഇത് മുഴുവൻ അതിൻ്റെ വേദം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഏറ്റവും ഗൂഢമായിട്ടുള്ള രഹസ്യത്തെ പോലും അതിൽ പരംതത്വമായിട്ട് ബ്രഹ്മതത്വമായിട്ട് ജ്ഞാനവും വിജ്ഞാനവും കൂടിയിട്ട് അതിൻ്റെ ധാരാളം ഉപാഖ്യാനങ്ങളോട് കൂടിയിട്ട് ഇതിൽ വർണ്ണിച്ചിരിക്കുന്നു. അത് മുഴുവൻ പറഞ്ഞു തരാം എന്നുവെച്ചാൽ അത് സംക്ഷിപ്തമായിട്ട് ഒന്ന് സൂചിപ്പിക്കാം എന്ന് സാരം. അത്ര ബ്രഹ്മ പരംഗുഹ്യം ജഗത പ്രഭവാപ്യയം ജ്ഞാനം ച തദുപാഖ്യാനം പ്രോക്തം വിജ്ഞാന സംയുതം.
ഭക്തിയോഗസമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. ഭക്തിയോഗഃ, ഭക്തിയോഗം, കർമ്മയോഗം, ജ്ഞാനയോഗം, അത് ഭക്തിയെ യോജിപ്പിക്കുക എന്നതാണ്. ഇതൊക്കെ ഭഗവാങ്കൽ എത്താനുള്ള മാർഗമാണ്. അപ്പോൾ ഭക്തി എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ അത് യോജിപ്പിക്കൽ ഭക്തി യോഗമായിട്ട് വേണം. നമ്മൾ കർമ്മയോഗം എന്ന് പറയുമ്പോൾ കർമ്മവും കർമ്മത്തിൻ്റെ ഫലവും ഭഗവാന് സമർപ്പിക്കുമ്പോഴാണ് കർമ്മയോഗമായിട്ട് തീരുക. എന്ന കൂട്ടത്തിൽ ഈ ഭക്തി ഭഗവാങ്കൽ എത്താനുള്ള ഉപായമാണ്. അതുകൊണ്ട് ഭക്തി പോലും എനിക്ക് വേണ്ട. അഞ്ചാമത്തെ ഭാവമാണ് ധർമാർത്ഥ കാമ മോക്ഷങ്ങൾക്ക് ശേഷമുള്ള ഭക്തി. അത് സാധാരണ കിട്ടാറില്ല. അപ്പോൾ അതുപോലും വേണ്ടാത്തൊരവസ്ഥയിലേക്ക് എത്തണമെങ്കിൽ ലീനഭാവത്തിലാവണം. എങ്ങനെ? ശരീരം ഉണ്ടാവാൻ പാടില്ല, അങ്ങനെ ലയിക്കണം എന്നർത്ഥം. അതാണ് യഥാർത്ഥത്തിലുള്ള ഭക്തിയോഗം കൊണ്ടുള്ള സിദ്ധി. അങ്ങനെയുള്ള ഭക്തിയോഗം ഇതിലുണ്ട്. ഭാഗവതത്തിൽ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നിലുമില്ല. തത് ആശ്രയം, അതിന് ആശ്രയമായിരിക്കുന്ന വൈരാഗ്യം ച, ഈ അനുഭവിക്കേണ്ടതിനെ മുഴുവൻ വേണ്ട എന്ന് വയ്ക്കൽ. അപ്പോൾ ഭക്തിയും അനുഭവിക്കേണ്ടതായതുകൊണ്ട് അതിനെയും വേണ്ടാക്കുന്ന. അപ്പോൾ അത് ആറാമത്തെ ഭാവമാണ് സാരം. ഈ നമ്മൾ ഉദ്ദേശിക്കുന്ന പടി 6 കിടക്കലല്ല കേട്ടോ, അത് വേറെയാണ്. വിഷയം എന്നുള്ള നിലയ്ക്ക് പലതിനെയും വൈരാഗ്യത്തോടു കൂടി ഉപേക്ഷിക്കാൻ വേണ്ടിയിട്ട് കേവല ഭക്തി മാത്രമേ വേണ്ടൂ. ഇതതുമല്ല, അതിൻ്റെ അപ്പുറം കടന്നുള്ളൊരു ഭാവമാണ്. പാരീക്ഷിതം ഉപാഖ്യാനം, പരീക്ഷത്ത് എപ്രകാരത്തിലാണോ ഈ ഭക്തിഭാവത്തിലെത്തിയത് ആ കഥ ഉപാഖ്യാനമായിട്ട്, ചെറുകഥമായി, ഇതിൻ്റെ വിസ്താരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് നാരദാഖ്യാനമേവച, അതേപോലെ തന്നെ നാരദനാൽ പറയപ്പെട്ടതായതും സമാഖ്യാത, നന്നായിട്ട് തന്നെ ഇതിൽ പറയപ്പെട്ടിരിക്കുന്നു. ഒന്നാമത്തെ സ്കന്ധത്തെ ഒന്ന് സൂചിപ്പിച്ചതാണ്. ഭക്തിയോഗം കൊണ്ട് തുടങ്ങി ഗുരുസ്മരണയോട് കൂടിയിട്ട് അവസാനിപ്പിച്ചു. ഭഗവാങ്കൽ ലീനനായിട്ടുള്ള പരീക്ഷത്തിനെ പറയാൻ വേണ്ടിയിട്ട്, പരീക്ഷത്തിനെ പോലെ അനവധി ഭക്തന്മാർ ഈ ഭഗവാനിൽ ഇപ്രകാരത്തിൽ ലയിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതായിട്ടുള്ള ഈ ഗ്രന്ഥം ഭക്തിയോഗം നന്നായിട്ട് തന്നെ ആഖ്യാനം ചെയ്തു. ഭക്തിയോഗ സമാഖ്യാത. ആരാണോ ഭക്തിയെ ആശ്രയിക്കുന്നത് അവർക്ക് വൈരാഗ്യം, മകനായിട്ടുള്ള വൈരാഗ്യവും ജ്ഞാനവും ലഭിക്കുകയുണ്ടായി. അപ്പോൾ ഭഗവാനെ ആശ്രയിച്ചു, ഭക്തിയോട് കൂടിയിട്ട് ഭഗവാനാൽ കൊടുക്കപ്പെട്ടതായിട്ടുള്ള ജ്ഞാനവും വൈരാഗ്യവും അത് നേടിയവരൊക്കെ മുക്തരായി തീരുകയും ചെയ്തു. അതിൽ പരീക്ഷത്തിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ളത്. അത് ഉപകഥയായിട്ടാണ് ചേർത്തത് എന്നാണോ പറയേണ്ടത്? അങ്ങനെയാവും. കാരണം മറ്റുള്ള കഥകളാണല്ലോ വിസ്തരിച്ചത്. പരീക്ഷത്തിനെ പറ്റി കുറച്ചല്ലേ പറഞ്ഞിട്ടുള്ളൂ. നാരദൻ പറഞ്ഞത്, നാരദനെ പറ്റി പറഞ്ഞത്, രണ്ടും ഇത് ചേർത്തിട്ടുണ്ട്. ഭക്തിയോഗ സമാഖ്യാതോ വൈരാഗ്യം ച തദാശ്രയം പാരീക്ഷിതമുപാഖ്യാനം നാരദാഖ്യാനമേവ ച. പ്രായോപവേശോ രാജർഷേः വിപ്രശാപാൽ പരീക്ഷിത ശുകസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ബ്രാഹ്മണശാപം നിമിത്തം ആസന്ന മൃത്യുവായിട്ടുള്ള പരീക്ഷത്തിൻ്റെ പ്രായോപവേശത്തെ പറഞ്ഞു. ബ്രഹ്മർഷി ശ്രേഷ്ഠനായിട്ടുള്ള ശ്രീശുക ബ്രഹ്മർഷിയുടെയും പരീക്ഷത്തിൻ്റെയും സംവാദമായിട്ട് ഈ ഭാഗവതം മുഴുവൻ സ്വതേ അങ്ങനെയാണ്. പ്രഥമസ്കന്ധത്തിൽ ശ്രീശുക ബ്രഹ്മർഷി ഏറ്റവും അവസാനത്തെ ആ 19ാമത്തെ അധ്യായത്തിൽ അതിന് ശേഷമാണ് വന്നത്. പിന്നെ അധികം അവിടെ സംവാദമായിട്ട് എന്ന് പറയാൻ നിവർത്തിയില്ല, വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ദ്വിതീയ സ്കന്ധം മുതലാണ് സംവാദമായത്. അതിൻ്റെ മുന്നേയുള്ള സംവാദങ്ങളൊക്കെ ആദ്യത്തെ സൂത ശൗനക സംവാദമായിട്ട്, പിന്നെ വ്യാസ നാരദ സംവാദമായിട്ട്, പിന്നെ പരീക്ഷത്തിനെ അവതരിപ്പിക്കുക എന്ന രീതിയിൽ സൂതൻ പറയുന്നതായിട്ടുള്ള കഥ.
അതിനുശേഷം പരീക്ഷത്തിൻ്റെ ഒടുക്കത്തെ ഈ അവസ്ഥയിൽ ശ്രീ ശുകബ്രഹ്മർഷി അവിടെ ആഗതനായി എന്ന പ്രകാരം പറഞ്ഞു വച്ചു. പ്രായോപവേശം ചെയ്തിട്ട് പരീക്ഷത്തിന് ഈ ഭാഗവതം കേൾക്കണമെന്ന് തോന്നാനുള്ള കാരണത്തെപ്പറ്റി, ശാപഗ്രസ്തനായിട്ടുള്ള പരീക്ഷത്തിൻ്റെ അവസ്ഥയും, അതേപോലെ പരീക്ഷത്തിൻ്റെ ജന്മം തൊട്ടുള്ള സകല കാര്യങ്ങളും അവിടെ പറയപ്പെട്ടു. അപ്പോൾ അതിന് പൂർവമായിട്ട് പാണ്ഡവരുടെ കഥ ഒന്ന് സൂചിപ്പിച്ചു, കൃഷ്ണനും പാണ്ഡവരും തമ്മിലുള്ള ബന്ധത്തെ ഒന്ന് സൂചിപ്പിച്ചു, കുരുപാണ്ഡവ യുദ്ധവും അതിൻ്റേതായിട്ടുള്ള ചില അവസാന ഘട്ടങ്ങളും ഒന്ന് സൂചിപ്പിച്ചു. അപ്പോൾ ഏറ്റവും ആദ്യം ചെയ്തത് എവിടെ വെച്ചാണ് പറഞ്ഞത് എന്ന്, അത് നൈമിഷാരണ്യത്തിൽ വെച്ചിട്ട് ശൗനകാദി മഹർഷിമാരുടെ ചോദ്യത്തിന് ഉത്തരമായിട്ട് ഉഗ്രശ്രവസ് എന്ന സൂതൻ ഇതിനെക്കുറിച്ച് പറഞ്ഞു. സൂതന് അതിൻ്റെ ഒരു വിസ്താരം എന്ന നിലയ്ക്ക് നാരദ മഹർഷിയാൽ വ്യാസന് പറഞ്ഞു കൊടുത്തതാണ് ഈ ഭാഗവതം ഇങ്ങനെ വിപുലമാക്കി തീർത്ത് ഒരു ഗ്രന്ഥമാക്കിയിട്ട് 18 പുരാണങ്ങളിലെ മുഖ്യസ്ഥാനത്തോടു കൂടിയിട്ട് വ്യാസനാൽ നിർമ്മിച്ചത്, ശ്രീ ശുകബ്രഹ്മർഷിക്ക് പറഞ്ഞു കൊടുത്തത്. അത് പരീക്ഷത്തിന് ശ്രീ ശുകബ്രഹ്മർഷി പറഞ്ഞു കൊടുക്കുമ്പോൾ എനിക്കും കിട്ടി എന്ന് സൂതൻ പറഞ്ഞു വെച്ചു. അതിനുശേഷമാണ് ഈ കുന്തി സ്തുതിയിലേക്കും ഭീഷ്മസ്തുതിയിലേക്കും കടന്ന് ഭഗവാൻ ദ്വാരകായാത്ര ചെയ്യുന്നതായിട്ടുള്ള രംഗത്തെയും, പാണ്ഡവകുലം ആ സമയത്ത് നാശോന്മുഖമാക്കി ഒരു അവസ്ഥ വന്നു കഴിഞ്ഞപ്പോൾ അതിൽ നിന്നും ഭഗവാൻ ഈ പരീക്ഷത്തിനെ രക്ഷിച്ചത് മുതൽ കൊണ്ടുള്ള സകല കാര്യങ്ങളെയും, കലിനിഗ്രഹം തൊട്ടുള്ള സകല കാര്യങ്ങളും പറഞ്ഞത്. ആ സമയത്താണ് ഈ ഏറ്റവും ഒടുക്കം എന്ന് പറയട്ടെ, ബ്രാഹ്മണശാപം എതിരച്ഛയാ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഭക്തനായിട്ടുള്ള പരീക്ഷിത്ത്, ജ്ഞാനിയായിട്ടുള്ള പരീക്ഷിത്ത്, വിഷ്ണുരാധനായിട്ടുള്ള പരീക്ഷിത്ത്, ബ്രാഹ്മണന്മാരെ വളരെയധികം ബഹുമാനിച്ചിരുന്നു എന്നതിൻ്റെ തെളിവായിട്ട് അനവധി മഹാബ്രാഹ്മണന്മാരവിടെ വന്നു. അവരെക്കാൾ കൂടുതൽ ജ്ഞാനമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവരോട് ചോദിച്ചപ്പോൾ ഭാഗവതം അവരൊന്നും പറഞ്ഞു കൊടുത്തില്ല. ഭഗവാൻ തന്നെ ശ്രീകൃഷ്ണൻ ശ്രീ ശുകബ്രഹ്മർഷിയായി വന്നുകൊണ്ട് ഭാഗവതത്തെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചു, അല്ലെങ്കിൽ ഭാഗവതം പറഞ്ഞു കൊടുത്തു എന്ന് ഇവിടെ സംവദിക്കുകയാണ്, അല്ലെങ്കിൽ അത് സമ്മതിക്കുകയാണ് എന്നും പറയാം. പ്രായോപവേശോ രാജർഷേഹേ വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത. ഇപ്പോൾ സാധാരണക്കാർക്ക് സ്വതേ ഭാഗവതം അങ്ങനെ എടുത്ത് പറയാനുള്ള അർഹതയില്ല എന്നതാണ് ബ്രഹ്മഋഷഭനായിട്ടുള്ള, ബ്രഹ്മം എന്ന് പറഞ്ഞാൽ തന്നെ ബ്രഹ്മൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിലാണ് വരിക. പിന്നെ ആദ്യം ഒരു ശ്രേഷ്ഠൻ വേണമെന്ന് നിശ്ചയില്ല, പക്ഷേ എന്നിട്ടും വിശേഷണം പോരാത്തതുകൊണ്ടാണ് ബ്രഹ്മഋഷഭസ്യ എന്ന് പറയാൻ കാരണം. ശുഗസ്യ ചൈവ ബ്രഹ്മഋഷേഹേ, അപ്പോൾ അത് പോരാന്ന് വിചാരിച്ചിട്ടാണ് ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ എന്ന് പറയാൻ കാരണം. പ്രായോപവേശം എന്നുള്ള ആ വാക്കിൻ്റെ അർത്ഥം മരണം വരെ ഒന്നും കഴിക്കില്ല, ജലപാനം പോലും ഇല്ല, വായു മാത്രം ആഹാരനായിട്ട്. അത് അവിടെ വടക്കോട്ട് തിരിഞ്ഞിരുന്ന് യോഗാസനത്തിലാണ് പരീക്ഷിച്ചിരിക്കുന്നത്. രാത്രി ഉറക്കമില്ല, ആഹാര നീഹാര നിദ്രാവിഹീനനായിട്ടാണ് ഇരിക്കുന്നത്. അതാണ് പ്രായോപവേശം. രാജർഷിയാണ്. അപ്പം അങ്ങനെയുള്ള ആ പരീക്ഷത്തിൻ്റെ അവസ്ഥയും ശ്രോതാവ് എന്ന നിലയ്ക്ക് വക്താവിൻ്റെ ബ്രഹ്മ ഋഷഭസ്യ എന്നും പറഞ്ഞു. അപ്പോൾ അതാണ് ഈ ഭാഗവതം. ശ്രീ ശുകബ്രഹ്മർഷിയും പരീക്ഷിത്തും തമ്മിലുള്ള സംവാദമാണ് ഈ ഭാഗവതം. സൂതൻ ശൗനകാദി മഹർഷിമാരോട് പറഞ്ഞു. പ്രായോപവേശോ രാജർഷേഹേ വിപ്രശാപാൽ പരീക്ഷിത ശുഗസ്യ ബ്രഹ്മഋഷഭസ്യ സംവാദശ്ച പരീക്ഷിത യോഗധാരണയോത്ക്രാന്തി സംവാദോ നാരദാജയോ അവതാരാനുഗീതം ച സർഗ പ്രാധാനികോഗ്രത. യോഗധാരണ പ്രഭാവത്താൽ
അർച്ചിരാദി മാർഗങ്ങളിൽ കൂടി ജീവഗതി ബ്രഹ്മാവിനും ശ്രീനാരദ മഹർഷിക്കും തമ്മിലുണ്ടായിട്ടുള്ള സംവാദവും അവതാരങ്ങളുടെയും വിരാട് പുരുഷൻ്റെയും ഉൽപ്പത്തിയെ പറ്റിയും പറയുന്നതായിട്ടുള്ള സൃഷ്ടിലീല എന്നിവ രണ്ടാമത്തെ സ്കന്ധത്തിൽ പറയപ്പെട്ടു. യോഗധാരണയോഹോ ഉൽക്രാന്തി സംവാദ നാരദ അജയോഹോ അവതാര അനുഗീതം ച സർഗഃ പ്രാധാനികഃ അഗ്രതഃ. യോഗധാരണ അഷ്ടാംഗയോഗത്തെയാണ് അവിടെ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് ഈ ജീവനെ എത്രത്തോളം തേജസ് ഉണ്ടാക്കി തീർക്കാൻ സാധിക്കും, ശുദ്ധമാക്കി തീർക്കാൻ സാധിക്കും, ഭഗവാങ്കൽ എത്താനുള്ള ആ ഒരു അധികാരം, അർഹത, അംഗീകാരം, അധികാരം അങ്ങനെയൊക്കെ ഉണ്ടല്ലോ, യോഗ്യത ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ ആക്കി തീർക്കാൻ സാധിക്കും എന്ന് ക്രമമുക്തി, സദ്യോമുക്തി എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ട് കാര്യങ്ങൾ പറയണ്ടായി. അനവധി കാര്യങ്ങൾ പറഞ്ഞു, അതിലത്തെ ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. അതേപോലെ സ്ഥൂലരൂപം, സൂക്ഷ്മരൂപമൊക്കെ ഒക്കെ പറഞ്ഞു. അത് ഭക്തി ഉണ്ടാവാനും ഭഗവാങ്കൽ എങ്ങനെയാണ് എത്തേണ്ടത്, എങ്ങനെയാണ് ഭഗവാനെ ലക്ഷീകരിക്കേണ്ടത്, ഇതൊക്കെ പറയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ യോഗധാരണയ ഉൽക്രാന്തി. ഇപ്പോൾ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സഗർഭം വേണമെന്നുള്ള ആ ഉദ്ദേശത്തിലാണ് അങ്ങനെ പറയാനുള്ള കാരണം. സഗർഭമുണ്ട്, അഗർഭമുണ്ട്. അഗർഭം എന്ന് പറയുമ്പോൾ ഭഗവാനെ ചിന്തിക്കാതെ കണ്ട് പ്രാക്ടിക്കലായിട്ടുള്ള എക്സസൈസ് മാത്രമാവും അഷ്ടാംഗയോഗം. ഇത് ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ചെയ്യണം, അത്രയേ ഉള്ളൂ. അങ്ങനെ നാരദനും ബ്രഹ്മാവും തമ്മിലുള്ള സംവാദം, അതൊക്കെ രണ്ടാമത്തെ സ്കന്ധത്തിലാണ്. പിന്നെ 7ാമത്തെ അധ്യായത്തിൽ അവതാര അനുഗീതം, 24 അവതാരങ്ങളെക്കുറിച്ച് പറഞ്ഞത്. പിന്നെ സൃഷ്ടി പ്രകരണം 5ഉം 6ഉം അധ്യായങ്ങളിലായിട്ട്. പ്രാധാനികഃ അഗ്രതഃ, ഏറ്റവും പ്രാധാന്യത്തോടു കൂടി തന്നെ മുഖ്യൻ എന്ന നിലയ്ക്ക്, അല്ലെങ്കിൽ ഭഗവാൻ പ്രധാനൻ എന്ന നിലയ്ക്ക്, അങ്ങനെയില്ല, എങ്ങോട്ട് കാണിച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ അത് ഭഗവാന്റേതായിട്ടുള്ള ലീലകളെ മുമ്പനായിട്ടുള്ള ഭഗവാൻ അല്ലെങ്കിൽ പ്രഥമനായിട്ടുള്ള ഭഗവാൻ, ഇങ്ങനെ അത് എവിടേക്കാച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ട് വയ്ക്കാം. അപ്പം അങ്ങനെയുള്ള ആ ഭഗവാനെ കുറിച്ചാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്, 2ാമത്തെ സ്കന്ധത്തിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ യോഗധാരണയ ഉൽക്രാന്തി സംവാദ നാരദ അജയോഹോ അവതാര അനുഗീതം ച സർഗഃ പ്രാധാനിക അഗ്രത. 2ാമത്തെ സ്കന്ധത്തിൽ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. ഇനി 3ാമത്തെ സ്കന്ധത്തിൽ വിദുരോദ്ധവ സംവാദ ക്ഷത്രമൈത്രേയോസ്തദാ പുരാണ സംഹിത പ്രശ്നോ മഹാപുരുഷ സംസ്ഥിതി. 8ാമത്തെ ശ്ലോകം. അവിടെ വിദുര ഉദ്ധവ സംവാദ ക്ഷതൃ മൈത്രേയയോഹോ. ക്ഷതൃ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിദുരൻ, വിദുരനും മൈത്രേയനും തമ്മിലുള്ള സംവാദമായിട്ട് ക്ഷതൃ മൈത്രേയയോഹോ. പിന്നെയോ തതഹ, അതിനുശേഷം പുരാണ സംഹിത. ഈ പുരാണ സംഹിത, സംഹിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂട്ടിച്ചേർക്കപ്പെട്ടത്, ഓരോരുത്തരും പറഞ്ഞത്. പാരമഹംസ്യാം സംഹിതായാം, സംഹിതകൾ ഓരോന്നോരോന്നായിട്ടുള്ളത്. അങ്ങനെ പുരാണങ്ങളെ മുഴുവൻ കൂട്ടിച്ചേർത്ത് 18 പുരാണങ്ങളും എന്ന് സാരം, അല്ലെങ്കിൽ 54 പുരാണങ്ങളും എന്ന് സാരം. പ്രശ്നഃ മഹാപുരുഷ, ആ ഭഗവാനെക്കുറിച്ചുള്ള സംസ്ഥിതി, മുഴുവൻ സ്ഥിതിയും ഇതിൽ പറയപ്പെട്ടു. ഇപ്പോൾ വിദുരനും ഉദ്ധവനും മൈത്രേയനുമായിട്ട് നടത്തിയതായിട്ടുള്ള സംവാദങ്ങളും ഈ പുരാണത്തിൻ്റെ വിഷയങ്ങളെക്കുറിച്ചുള്ള അന്വേഷണങ്ങളും, അല്ലെങ്കിൽ 54 പുരാണങ്ങളുടെ സാരങ്ങൾ മുഴുവൻ നിന്ന് സാരം. പിന്നെ ഒടുക്കത്തെ ലയസമയത്ത് ഈ ഭഗവാന്റെ വിരാട് പുരുഷൻ്റെ സൃഷ്ടി എന്ന് കൂട്ടുക, അതിൻ്റെ സ്ഥിതി, അതെല്ലാം ഈ ശാസ്ത്രത്തിൽ വിവരിച്ചിരിക്കുന്നു. അപ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരാദികളെ കൂടി പറഞ്ഞിരിക്കുന്നു എന്ന് സാരം. വിദുരോദ്ധവ സംവാദ ക്ഷതൃ മൈത്രേയയോഹോ തതഃ പുരാണ സംഹിത പ്രശ്നഃ മഹാപുരുഷ സംസ്ഥിതി. ഇപ്പോൾ ഇവിടെ മഹാപുരുഷൻ എന്ന വിരാട്ട്, അത് സ്ഥിതി ചെയ്യുന്നത്, അതേപോലെ മുഴുവൻ പുരാണങ്ങളും
ചോദിക്കപ്പെട്ടതെന്നുള്ള അർത്ഥത്തിലാണ് പ്രശ്നം. അതേപോലെ വിതുരനും ഉദ്ധവനും അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ തൃതീയ സ്കന്ധത്തിൽ വളരെ വിശാലമായിട്ട് തൃതീയവും ചതുർത്ഥവും വിതുരോദ്ധവ സംവാദമാണ്. ഗുരുവായൂരപ്പ വിതുര മൈത്രേയ സംവാദമാണ്. വിതുരോദ്ധവ സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2, 3, 4 3 അധ്യായങ്ങൾ തൃതീയത്തിൽ. ഇവിടെ ക്ഷത്രിമൈത്രേയോഹോ തതഹ ക്ഷത്രിമൈത്രേയോഹോ വിതുരനും മൈത്രേയനും തമ്മിലുള്ള സംവാദമായിട്ട് അതിലാണ് ആദ്യത്തേൽ സൃഷ്ടിപ്രകരണം. അങ്ങനെ അനന്തപത്മനാഭനായിട്ടുള്ള നാരായണൻ്റെ ജന്മവും അല്ലെങ്കിൽ നാരായണനിൽ ബ്രഹ്മാവ് തൊട്ടുള്ള ബ്രഹ്മാവ് രുദ്രൻ ഇങ്ങനെ ക്രമത്തിൽ വരാഹാവതാരമൊക്കെ പറഞ്ഞ് പിന്നെ കാപിലത്തിലേക്ക് കടക്കുകയാണ്. ഭഗവാന്റെ ആ വിരാട് രൂപ സംസ്ഥിതിയെക്കുറിച്ച് അതും അവിടെ സൂചിപ്പിച്ചു. വിതുരോദ്ധവ സംവാദ ക്ഷതൃ മൈത്രേയയോഹോ തതഃ പുരാണ സംഹിതാ പ്രശ്ന മഹാപുരുഷ സംസ്ഥിതി തഥാ പ്രാകൃതിക സർഗ സപ്ത വൈകൃതികാശ്ച യേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജ പുരുഷോയത. അതിനുശേഷം പ്രകൃതി സ്വരൂപമായിട്ടുള്ള സത്വാദി ഗുണങ്ങളുടെ അന്യോന്യ സമ്മേളന നിമിത്തമുണ്ടായിട്ടുള്ള സർഗത്തെയും താത്വിക സൃഷ്ടി നടത്തിയതിൻ്റെ ശേഷം അത് ചേരാതെ കണ്ട് ഭഗവാൻ അതിലെ ചൈതന്യത്തെ ദേവന്മാരുടെ സ്തുതിക്ക് ശേഷം ചേർത്ത് അത് യോജിപ്പിച്ചു. അതിനെ സർഗം എന്ന് പറയും. അത് ചൈതന്യവത്താക്കി. പിന്നെ 7 മഹദാദി തത്വങ്ങളെയും, അതായത് പഞ്ചമഹാഭൂതങ്ങളും മനോബുദ്ധിയും, അതല്ലെങ്കിൽ പ്രകൃതി മഹത്ത് പഞ്ചമഹാഭൂതങ്ങൾ, ഇങ്ങനെ മായയെക്കുറിച്ചും ആവരണമായും അതേപോലെ വിക്ഷേപമായും രണ്ടും പറഞ്ഞുകൊണ്ടും ബ്രഹ്മാണ്ഡ സൃഷ്ടിക്ക് വേണ്ടത് എന്തോ അത് ഭഗവാനിൽ നിന്നാണ് പുറത്തേക്ക് വന്നത്. അതിൽ സത്വരജസമോ ഗുണങ്ങൾ കൂട്ടിച്ചേർന്നപ്പോഴാണ്, ഭഗവാനാൽ കൂട്ടിച്ചേർത്തപ്പോഴാണ് വികാരങ്ങളുണ്ടായത്. അതുകൊണ്ടാണ് ബ്രഹ്മാണ്ഡ സൃഷ്ടി നടന്നത് എന്നും ഈ പുരുഷൻ വിരാട് പുരുഷൻ അവിടെ നിന്നും അവതരിച്ചത് ഇങ്ങനെയാണ് എന്ന് വിതുരൻ്റെ ചോദ്യത്തിന് മൈത്രേയ മുനി ഉത്തരവും പറഞ്ഞു. തഥാ പ്രാകൃതിക സർഗ ഭഗവാന്റെ ഇച്ഛയായിട്ടുള്ള പ്രകൃതിയുടെ സൃഷ്ടിയെക്കുറിച്ചാണ് പിന്നെ പറഞ്ഞത്. പിന്നെ സപ്ത വൈകൃതികാഹ ച യേ പ്രാകൃത സൃഷ്ടി, വൈകൃത സൃഷ്ടി, അതിൽ 6, 3 പിന്നെ 1 ദേവതാ സൃഷ്ടിയും കൂടി പെടും. അങ്ങനെ 10 വിധ സൃഷ്ടിയെ അതിൽ പറഞ്ഞു. അത് ബ്രഹ്മാണ്ഡത്തിൻ്റെ ഉത്ഭവത്തിന് വേണ്ടിയിട്ട് ഭഗവാനാൽ സൃഷ്ടിക്കപ്പെട്ടതും താത്വിക സൃഷ്ടിയെ കൊണ്ട് ഭഗവാൻ ബ്രഹ്മാവിനെ കൊണ്ട് സൃഷ്ടിച്ചതും സൃഷ്ടസൃഷ്ടിയായിട്ട് ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടവരാൽ സൃഷ്ടിക്കപ്പെട്ടതും. അതിൽ 3ാമത്തെ ഭാവമായപ്പോഴേക്കും സൃഷ്ടസൃഷ്ടി ആയപ്പോഴേക്കും അത് ചതുർത്ഥ സ്കന്ധത്തിലേക്ക് കടന്നു. അത് അടുത്ത ശ്ലോകത്തിൽ പറയും. അടുത്ത ശ്ലോകത്തിലല്ല, ക്വസ്റ്റ്യനോട് പോകണം. തഥാ പ്രാകൃതിക സർഗ സപ്ത വൈകൃതികാഹ ച യേ തതോ ബ്രഹ്മാണ്ഡ സംഭൂതി വൈരാജ പുരുഷോ യഥാ കാലസ്യ സ്ഥൂലസൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേ അംബോധേഃ ഹിരണ്യാക്ഷവധോ യഥാ. സ്ഥൂല സൂക്ഷ്മ സ്വരൂപമുള്ളതായിട്ടുള്ള കാലത്തിൻ്റെ സ്വരൂപകഥനം. അതായത് കാലം എന്നുള്ളത് മുമ്പുണ്ട്, ഇന്നുണ്ട്, നാളെയുണ്ട്. ഈ 3 അവസ്ഥകൾ കാലത്തിന് മാത്രമല്ല മറ്റ് പലതിനുമുണ്ട്. അതിനനുസരിച്ച് എന്ന് സാരം. ആ കാലത്തിൻ്റെ സ്വരൂപത്തിനനുസരിച്ച്, ഭഗവാന്റെ സ്വരൂപത്തിനനുസരിച്ച് ബ്രഹ്മാണ്ഡാത്മകമായിട്ടുള്ള താമരയുടെ ഉൽപ്പത്തി. ഭഗവാൻ പറയുന്നുണ്ട്, എന്നെ കാലശക്തി കൊണ്ട് ഉണർത്തിക്കോളൂ. എപ്പോഴാണോ ഞാൻ ഉണരേണ്ടത് ആ സമയത്ത് താൻ തന്നെയായിട്ടുള്ള കാലത്തിനെ ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ ഉണരാറായാൽ പറഞ്ഞോളൂ എന്ന്. അപ്പോൾ ഭഗവാൻ ഉറക്കല്ല. ഭഗവാൻ ഉറക്കമില്ലാച്ചാലും ഭഗവാൻ യോഗനിദ്ര ഇടയ്ക്കിടയ്ക്ക് പതിവുണ്ട്. യോഗനിദ്രയിലും ഈ ഉണർത്തൽ വേണ്ടി വരും. അതുകൊണ്ടായിരിക്കണം ഭഗവാൻ അങ്ങനെ ഒരു ആജ്ഞ കൊടുക്കാനുള്ള കാരണം.
ഭഗവാന് ഇച്ഛ മാത്രം വേണ്ടൂ ഈ ബ്രഹ്മാണ്ട സൃഷ്ടിക്ക്. അതന്നെ അറിയാണ്ട് സംഭവിക്കുകയും ചെയ്യുമെന്ന് ഭഗവാൻ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നു. നമ്മൾ ഉറങ്ങുമ്പോൾ നമ്മൾ മരിക്കാതെ കണ്ടിരിക്കുന്നുണ്ടല്ലോ ആ കൂട്ടത്തിൽ. ജീവിതം മുഴുവനെ പകുതിയോളം ഉറങ്ങിയിട്ടാണ് കഴിയുന്നത്. അപ്പോൾ ഉറങ്ങുന്നുണ്ട് വിചാരിച്ച് നമ്മൾ മരിച്ചു പോകണില്ല. എന്ന കൂട്ടത്തിൽ ഭഗവാന്റെ സൃഷ്ടിക്ക് സ്വതേ ഒരു ക്ഷീണവും സംഭവിക്കുന്നില്ല എന്ന് സാരം. ഭഗവാൻ ഉറക്കമില്ല. എന്നാലും കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേ അംഭോദേഹേ ഹിരണ്യാക്ഷവധോ യഥ. ഭഗവാന്റെ ഇച്ഛയ്ക്കനുസരിച്ച് കാലത്തിന് ഉണർവുണ്ടാകുന്നു. അതിനുശേഷം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നടക്കണം. സ്ഥൂല സൂക്ഷ്മ സ്വരൂപമുള്ള കാലത്തിൻ്റെ ഈ സ്വരൂപകഥനം, ബ്രഹ്മാണ്ടാത്മകമായിട്ടുള്ള താമരയുടെ ഉൽപ്പത്തി, സമുദ്രത്തിൽ നിന്ന് ഭൂമിയുടെ ഉദ്ധാരണം, അതിനുശേഷമുണ്ടായ ഹിരണ്യാക്ഷവധം. ഇപ്പോൾ പത്മസമുദ്ഭവം, ബ്രഹ്മാവിനിരിക്കാനുള്ള താമരയും ബ്രഹ്മാവ് ഉണ്ടായതും, അതേപോലെ തന്നെ ഭൂമിയെ ഉദ്ധരിച്ചതായിട്ടുള്ള കാര്യങ്ങളും ഭുവ ഉദ്ധരണേഹേ അംഭോധേഹയാണ്. ആ പാലാഴിയിൽ അതിൽ നിന്നാണ് മറ്റേ ജലത്തിൽ നിന്നാണ് രസാതലത്തിൽ നിന്നാണ് കൊണ്ടുവന്നത്. എന്നിട്ട് ആ ഹിരണ്യാക്ഷനെ വധിച്ചു. ഹിരണ്യാക്ഷവധോ യഥ. അതൊക്കെ അതിൽ പറഞ്ഞു വരുന്ന സാരം. കാലസ്യ സ്ഥൂല സൂക്ഷ്മസ്യ ഗതി പത്മസമുദ്ഭവ ഭുവ ഉദ്ധരണേ അംഭോധേഹേ ഹിരണ്യാക്ഷവധോ യഥ. അംഭസിൽ നിന്നാണ്. പിന്നെ ഊർധ്വ തിര്യഗ് അവാക് സർഗോ രുദ്രസർഗസ്തഥൈവ ച അർത്ഥനാരി നരസ്യാധ യഥാ സ്വയംഭുവമനു. ആകാശത്തിലും ഭൂമിയിലും വിലങ്ങത്തിലും സഞ്ചരിക്കുന്നതായിട്ടുള്ള ജീവികളുടെ ഉൽപ്പത്തി, ഭഗവാന്റെ രുദ്രസൃഷ്ടി, അർത്ഥാംശം കൊണ്ട് പുരുഷനും അർത്ഥാംശം കൊണ്ട് സ്ത്രീയുമാവാൻ ബ്രഹ്മാവിനെ പ്രേരിപ്പിച്ച് ബ്രഹ്മദേവനിൽ നിന്നും സ്വയംഭുവൻ എന്ന പേരായിട്ടുള്ള മനുവിൻ്റെയും ശതരൂപയുടെയും ഉൽപ്പത്തി. ഊർധ്വ മുകളിലേക്ക്, തിര്യക് വിലങ്ങനെ, അവാഗ് താഴെ. അപ്പോൾ മുകളിലും ഭൂമിയിലും താഴെയും എന്നും, അതല്ലെങ്കിൽ മറ്റേ സസ്യജാലങ്ങളും തിര്യക് വർഗങ്ങളും പിന്നെ മർത്യരാശിയും അവരുടെയൊക്കെ സൃഷ്ടി. ഊർധ്വ തിര്യക് അവാക്ക്. അവാക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധോ എന്നുള്ള അർത്ഥമാണ്, താഴെ എന്നുള്ള അർത്ഥത്തിൽ വരിക. അപ്പോൾ ആകാശത്തിൽ, ഭൂമിയിൽ, സമുദ്രത്തിൽ, അതേപോലെ ഊർധ്വലോകങ്ങളിൽ, ഭൂമിയിൽ, അധോലോകങ്ങളിൽ, അതേപോലെ ഈ ജലത്തെ സ്വീകരിക്കുക അല്ലെങ്കിൽ ആഹാരത്തെ സ്വീകരിക്കുക എന്ന നിലയ്ക്ക് മുകളിൽ നിന്ന് താഴേക്ക് വരുന്നതും താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതും, വിലങ്ങത്തിലും ആഹാരത്തെ സഞ്ചരിപ്പിക്കുന്നതായിട്ടുള്ള ജീവികൾ, സസ്യം, മനുഷ്യൻ, പശു, ഇങ്ങനെ 3 വർഗം. അപ്പോൾ ഈ ഊർധ്വതിര്യ അവാക്ക് എന്നുള്ളത് എല്ലാ ജീവജാലങ്ങളും 84 ലക്ഷം മുഴുവനായിട്ട് പെടും. അതാണ് അവരുടെ സൃഷ്ടി. പിന്നെ രുദ്രസർഗ, രുദ്രൻ എന്നുള്ളത് ശിവൻ, ബ്രഹ്മാവിൽ നിന്ന് ശിവനുണ്ടായത്, സംഹാരകാരകനായിക്കൊണ്ട് ശിവൻ്റെ ഉൽപ്പാദനം അല്ലെങ്കിൽ ശിവൻ്റെ ആവിർഭാവം. പിന്നെ അർദ്ധനാരി നരസ്യ അധ. ഇവിടെ ശിവൻ അർദ്ധനാരീശ്വരനായതല്ല, ബ്രഹ്മാവിൽ നിന്ന് തൻ്റെ ശരീരത്തെ തന്നെ രണ്ടാക്കിയിട്ട് ആണ് വലതുഭാഗത്തും പെണ്ണ് ഇടതുഭാഗത്തുമായിട്ട് സ്വയംഭൂവമനുവും ശതരൂപയും ഉണ്ടായി. ആ കാര്യത്തെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. സ്വയംഭൂവമനു. ഊർധ്വതിര്യഗ് അവാക് സർഗോ രുദ്രസർഗസ്തഥൈവ ച രുദ്രസർഗ തഥാ ഏവ ച അർദ്ധനാരി നരസ്യ അധ യതഃ സ്വയംഭുവോ മനു. ശതരൂപ ചയാ സ്ത്രീണാം ആദ്യ പ്രകൃതിരുത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേഃ. സ്ത്രീകളുടെ ഉത്തമ മാതൃകയായിട്ട് ഭവിച്ച പ്രകൃതി അവതാരമായിട്ടുള്ള ശതരൂപയുടെ ഉൽപ്പത്തി, ധർമ്മപത്നികളുടെ സന്താന സമുദ്ഭവം, കർദമ പ്രജാപതിയുടെ ജനനം. ശതരൂപ ശതധൃതി. ശതധൃതി ബ്രഹ്മാവാണ്. ശതരൂപ എന്നുള്ളത്
ബ്രഹ്മാവിനാൽ സൃഷ്ടിക്കപ്പെട്ടത് മുഴുവൻ അനേക രൂപത്തിലുള്ളത് എന്നാണ്. ബ്രഹ്മാവിൻ്റെ ഈ സ്ത്രീ അല്ലെങ്കിൽ പ്രാകൃതിക ഭാവമാണ് ശതരൂപ. ആ ശതരൂപ എന്നത് സ്ത്രീയായിട്ട് മാറ്റപ്പെട്ടു. പ്രകൃതി, മായ, ഈ കാണപ്പെടുന്ന ബ്രഹ്മാണ്ടം മുഴുവൻ അത് ശതരൂപ എന്ന രീതിയിൽ എന്നുവെച്ചാൽ അനേകം എന്ന നിലയ്ക്ക് കാണപ്പെടുന്നു. എന്തെല്ലാം നാനാത്വങ്ങളാണ് കാണുന്നത്. അതുകൊണ്ടാണ് ശതരൂപ എന്ന പേര് വന്നത്. നമ്മൾ സാധാരണ ശതരൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വയംഭുവ മനുവിൻ്റെ പത്നി എന്ന് മാത്രമേ കണക്കാക്കാറുള്ളൂ. അപ്പം അങ്ങനെയല്ല, അതിൽ ഇത്രയും വിശാലമായിട്ടുള്ള അർത്ഥമുണ്ട്. ശതരൂപാച്ച യാ യാ സ്ത്രീണാം ആദ്യത്തെ സ്ത്രീ ആയിട്ട് പ്രകൃതി ഉത്തമ, ആ ഉത്തമയായിട്ടുള്ള പ്രകൃതി. പിന്നെയോ അവരിലുണ്ടായിട്ടുള്ള സന്താന ധർമ്മപത്നീനാം, അതേപോലെ അവരിൽ സന്താനങ്ങൾ ധാരാളം ഉണ്ടായി, അവർക്കും ഇതേപോലെ തന്നെ ഭാര്യ ഉണ്ടായിട്ടുണ്ടാവും, കുട്ടികളുണ്ടായിട്ടുണ്ടാവും. അതിൻ്റെ വിസ്താരങ്ങളൊക്കെ പറഞ്ഞു. മനുവംശമാണല്ലോ അങ്ങനെ പറഞ്ഞത്. സ്വയംഭുവ മനുവംശവും വൈവസ്വത മനുവംശമാണ് സ്വതേ വിസ്തരിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൽ സ്വയംഭുവ മനുവിൻ്റെ പത്നിയായിട്ടുള്ള ശതരൂപയിലുണ്ടായ പുത്രന്മാരും അവരുടെ പുത്രന്മാരുമായിട്ടുള്ള അവരുടെ വിസ്താരം. കർദമൻ മരീചിയുടെ പുത്രനാണ്. അപ്പോൾ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള മരീചിയുടെ പുത്രനായിട്ടുള്ള കർദമൻ. അതേപോലെ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ടുള്ള മനുവിൻ്റെ പുത്രിയായിട്ടുള്ള ദേവഹൂതി, ആ ദേവഹൂതിയുടെ പുത്രിമാരായിട്ട് അനവധി ആൾക്കാർ. അതാണ് പരമ്പര. അപ്പോൾ രണ്ടർത്ഥത്തിലും ഒന്നിൽ നിന്നാണ് വന്നിറക്കുന്നത് എന്ന് സാരം. അച്ഛനും അമ്മയും ഒരേ വേരിൽ നിന്നാണ് ഉണ്ടായത്. ശതരൂപാചയാ സ്ത്രീണാം ആദ്യ പ്രകൃതി ഉത്തമ സന്താനോ ധർമ്മപത്നീനാം കർദമസ്യ പ്രജാപതേ അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമതാം. മഹാത്മാവായിട്ടുള്ള കപില ഭഗവാന്റെ അവതാരം അതിബുദ്ധിമാനായിട്ടുള്ള കപില ഭഗവാനാകുന്ന പുത്രനോടുകൂടി ദേവഹൂതിയായിട്ടുള്ള മാതാവ് ചെയ്ത സംവാദം, ഇങ്ങനെയുള്ള സംഗതികൾ തൃതീയ സ്കന്ധത്തിൽ വർണ്ണിച്ചിരിക്കുന്നു. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മനഃ, ഭഗവാൻ തന്നെയായിട്ടുള്ള എന്നർത്ഥം. പിന്നെ ദേവഹൂത്യാഹ ച സംവാദ കാപിലം എന്ന 9 അധ്യായം 25 മുതൽ 33 കൂടിയുള്ള അധ്യായം. കപിലേന ച ധീമത, ധീ ആണ്, നല്ല ബുദ്ധിമാനാണ് കപിലൻ. കപിലൻ്റെ പത്നിയുണ്ട്, ധീ എന്ന പേര്. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന, ഭഗവാൻ കപിലമൂർത്തിയായിട്ട് അവതരിച്ചതും പിന്നെ ദേവഹൂതി മാതാവിന് വേണ്ടിയിട്ട് കാപിലം എന്ന അതിപ്രശസ്തമായിട്ടുള്ള ഭക്തിയോഗത്തെയും ജീവഗതിയെയും വിസ്തരിച്ച് പറഞ്ഞത്, ഭഗവത് തത്വത്തെ, ഭഗവാന്റെ രൂപത്തെ ഒക്കെ വിസ്തരിച്ച് പറഞ്ഞത്, ആത്മതത്വത്തെ, ജീവതത്വത്തെയൊക്കെ വിസ്തരിച്ച് പറഞ്ഞത് അതിവിശിഷ്ടമായിട്ടുള്ള കാപിലം. അത് ഇതിൽ ചേർത്തിരിക്കുന്നു. അവതാരോ ഭഗവത കപിലസ്യ മഹാത്മന ദേവഹൂത്യാശ്ച സംവാദ കപിലേന ച ധീമത. പിന്നീട്